നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നും ഞാൻ ദുബായിൽ തന്നെ ഇരിക്കുന്നു. മാർക്കറ്റ് ഇന്നും ഫ്ലാറ്റാണ്. 9 പോയിന്റാണ് പ്ലസ്സിലിരുന്നത്. ഞാൻ അതന്നെ നോക്കിയപ്പോൾ, ഇപ്പം ഞാനിവിടെ സംസാരിക്കുന്ന സമയം ഒരു 40 പോയിന്റ് പ്ലസ്സിലുണ്ട്. ബട്ട് ആക്ച്വലി ഇന്ന് ഡോ ജോൺസ്, നാസ്ഡാക്ക് ഇതൊക്കെ ഏറിയിരിക്കുന്നു. നാസ്ഡാക്ക് 2.5% ഏറിയിരിക്കുന്നത്. ഇന്നലെ വെള്ളുന്ന നിക്കി ജപ്പാനിൽ ഇന്നൊരു കംബാക്ക് കൊടുത്തിരിക്കുന്നു. 5% മുകളിലാണ് പ്ലസ് ആയിരിക്കുന്നത്. 65,000 കഴിഞ്ഞു പോകുന്നു. ഇന്നലെ ജപ്പാനിൽ വന്ന് ഗവൺമെൻറ് ഇതിൽ ഇൻ്റർഫിയർ ആയിരിക്കുന്നു. അത് ജപ്പാൻ മാർക്കറ്റിൽ 63 എണ്ണ 159 വരയ്ക്കും ഏറിയിരിക്കുന്നു. ഈ സമയം ജാപ്പനീസ് ബാങ്ക് വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ആക്ച്വലി ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിനെ അവർ കയറ്റിയിരിക്കണം. സമയം ഇന്നലെ US ഫെഡിലും ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റണ്ടാമെന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. റെഡ് വോട്ടിങ്ങിൽ 9 പേര് ഹോൾഡും 3 പേരും ഇൻക്രീസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 പേർ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞത് വളരെ സർട്ടിഫിക്കറ്റഡ് ആണ്, സിഗ്നിഫിക്കൻറ്റ് മൈനോറിറ്റിയാണ്. ഇനി ഒരു 3 പേർ ഇപ്പുറം മാറി വരുവാണെങ്കിൽ കെവിൻ മാഷിന് ഡിസൈഡിങ് വോട്ടുന്നത് പോലെ ആവും. അമേരിക്കയിൽ ഇൻഫ്ലേഷണറി പ്രഷർ കൂടുതലാകുന്നു എന്നത് അറിയാൻ പറ്റുന്നു. ജപ്പാനിലും ഇൻഫ്ലേഷണറി പ്രഷർ വളരെ കൂടുതലായിട്ടാണ് ഉള്ളത്. എനിവേ ഇൻ്റർഫിയർ ആയ കാരണം ഡോളർ വീഴുന്നായിരുന്നു. ഗോൾഡിൻ്റെ വില ഏറിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഗോൾഡ് 100 രൂപയാണ് ഏറിയിട്ടുള്ളത്. ഇപ്പം 18 ക്യാരറ്റ് ഗോൾഡ് 11,000 ക്രോസായി പോകുന്നു. അതുപോലെ തന്നെ 22 ക്യാരറ്റ് ഗോൾഡും 25,000 രൂപയെ ക്രോസായി പോകുന്നു. അതുപോലെ ഗോൾഡും ഏറിയിരിക്കുന്നു. ഇതൊരു ഫാൾസ് റൈസ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ തിരികെ ഇൻട്രസ്റ്റ് റേറ്റിനൊക്കെ എത്തുന്ന സമയം ഗോൾഡ് തിരികെ വീഴും. ഇന്ന് ഗോൾഡ് 4,075 ഉള്ളത്. അതേ സമയം തന്നെ ബ്രെൻഡ് 89 ഇരിക്കുന്നത്. തീർന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. കുവൈത്ത്, ബഹ്റൈൻ ആൻഡ് ഖത്താറൊക്കെ വളരെ അടി വാങ്ങിയിരിക്കുന്നു. അതുപോലെ സൗദിക്കും എണ്ണയിനെ റെഡ് സീ വഴി കൊണ്ടുവരാൻ പറ്റുന്നില്ല. റിബൽസൊക്കെ അതിനൊന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ സ്ട്രൈക്ക് എത്രയും ദിവസം തുടരുമെന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഇന്നലെ വിപ്രോ, ഇൻഫോസിസ്, JDR ഒക്കെ വിഴുന്നായിരുന്നു. ഇന്ന് ഇന്ത്യയിലും വിഴുന്നിരിക്കുന്നു. ഇന്ന് വിഴുന്നതിൽ മെയിൻ വന്നിട്ട് IT ഇൻഡെക്സ് ആണ്. ദിവസം കൊണ്ട് IT ഇൻഡെക്സിനെ കയറ്റിയുണ്ട്. ഇന്ന് IT ഇൻഡെക്സിനെ ഇറക്കിയിരിക്കുന്നു. ഫിസിക്കൽ ലിറ്ററേഷനാണ് അങ്ങനെ ഇസ്റ്റിയെ കോസ്റ്റ് ആക്കിയിരിക്കുന്നതെന്നാൽ ഇസ്റ്റി 45 പോയിൻ്റാണ് അപ്പിലിരിക്കുന്നത്. ഈ റൊട്ടേഷൻ ട്രാപ്പിൽ നമ്മൾ അകപ്പെടാതെ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. അപ്പുറത്തെ മട്ടിൽ ഫാർമ ആൻഡ് IT നമ്മളെ രക്ഷിക്കും. പോർട്ട്ഫോളിയോയും സ്ട്രോങ് ആയിരിക്കും. അവരെ ഞാൻ നോക്കിയ സമയം തങ്കമയിൽ തിരികെ ഒരു 10% വീഴുന്നായിരുന്നു. തങ്കമയിൽ 3 പ്രാവശ്യം 10% വീഴുവാണെങ്കിലും ഇന്നും 43 ടൈംസ് ഏർണിങ്സ് ഉണ്ട്. ഈ വർഷത്തിന് 60% അപ്പിലാണ് ഇരിക്കുന്നത്. ഇനിയും കറക്റ്റ് ആകാൻ ചാൻസസ് ഒരുപാടുണ്ട്. അതിൻ്റെ സൂചിയാണ്. ഇതിൻ്റെ അകത്ത് ഇറങ്ങേണ്ട നമ്മൾ അകപ്പെടും. ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പറയണതാണ്. ഈ പേടിഎം അക്ഷയ തങ്കമാളിക നിന്നൊന്ന് തുടങ്ങിയിരിക്കുന്നു. ഇത് കല്യാൺ ജുവലേഴ്സാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് തമിഴ്നാടിനെ ഫോക്കസ് ചെയ്ത് ഒരു സബ് ബ്രാൻഡായിട്ടാണ് വരുന്നു. ഒരു 300 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് തമിഴ്നാട്ടിൽ കല്യാൺ ജുവലേഴ്സിൽ ഇരിക്കില്ല. സെയിൽസ് തങ്കമാളിക എന്നൊരു പേരിലാണ് ലോഞ്ച് ചെയ്യുന്നു. തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും തങ്കമാളിക ഇരിക്കുന്നു. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ പാലസ്, സ്വർണം എന്ന് പറഞ്ഞ ഗോൾഡ്. സ്വർണത്തിൻ്റെ ഒരു പാലസ് പോലെയാണ് അവർ പറയുന്നത്. അക്ഷയ ഗോൾഡ് പാലസ് എന്ന ഒരു പേരിൽ കല്യാൺ ജുവലേഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. ബട്ട് എനിവേ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. GRTG ബ്രാൻഡ് തങ്കമാളിക എന്നൊന്ന് ഇരിക്കുന്നു. ഈ ടൈറ്റൻ്റെ ഒരു ഹോം ഗ്രൗണ്ടാണ്. ആദ്യം ഡെവലപ്പ് ചെയ്ത ഏരിയയാണ് ഇത്. തനിഷ്ക്, GRT, തങ്കമയിലൊക്കെ ഹോം ബ്രാൻഡാണ്. പല പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് വളരെ സ്ട്രോങ് ആണ്. കല്യാൺ ജുവലേഴ്സും ഉണ്ട്, പക്ഷെ അത്ര ഒരു അട്രാക്ഷൻ ഇതിന് കിട്ടിയില്ല. അതിൽ അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് ATM എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ ഇടണോ? ATM ബ്രാൻഡ് ഇത്രയും ദൂരം സക്സസ്ഫുൾ ആയിരിക്കുന്നു എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ കോൾ ഡിമാൻഡ് ഇറങ്ങിയിരിക്കുന്നു. കാരണം ഡ്യൂട്ടി പെർസെൻറ്റിന് 16-15% ആയിട്ട് മാറ്റിയിരിക്കുന്നു. കയറിയ കാരണം ജനങ്ങളെ കൊണ്ട് താക്ക് പിടിക്കാൻ പറ്റുന്നില്ല. മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക് ഗോൾഡ് വാങ്ങുന്നത് കുറച്ചിരിക്കുന്നു. ആരും വാങ്ങി തന്നെ തീരണമെന്ന് ഒരു വാശിയിലാണ് ഗോൾഡ് വാങ്ങുന്നത്. ഫസ്റ്റായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഗോൾഡിനെ അവോയ്ഡ് ചെയ്യുന്നു. ഒരു 6% ഷ്രിങ്ക് ആയിരിക്കുന്നു. ഇന്ന് രാവിലെ 1.5% അപ്പിലാണ് ഇരുന്നത്. ബട്ട് അതിലും ഇന്ത്യൻ കമ്പനീസാണ് നന്നായിരുന്നത്. ഇവിടെ പ്രശ്നമല്ല, പക്ഷേ ഇംഗ്ലണ്ടിൽ ലോസസ് ആണ്. ഓവറാളം നോക്കിയാൽ 12% മുകളിൽ ടാറ്റ സ്റ്റീലിൻ്റെ പ്രോഫിറ്റ് ആയിരുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ അടുത്ത് ഒരു ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കമ്പനി അവർ വാങ്ങിയായിരുന്നു. ആ കമ്പനിയിൽ 30,000 കോടി ഇൻവെസ്റ്റ് ചെയ്ത്
കൺസ്ട്രക്ഷൻ സ്റ്റീൽ ബോക്സ് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് അവർ സംസാരിച്ചിരിക്കുന്നു. അതിലിരുന്ന് 10,000 കോടി കിട്ടാൻ്റെ സാധ്യത ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ടാറ്റ സ്റ്റീലിൽ ഇപ്പോൾ ഡെപ്റ്റ് കുറയൂല, എക്സ്പാൻഷൻ സ്പോട്ടിൽ പോകുന്നു എന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നു. അടുത്തത് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് നോക്കാം. ഇവാക്കോയ്ക്ക് അവർക്ക് പെർമിഷൻ കിട്ടിയില്ല, എക്സ്പെഷ്യലി സ്പെയിൻ ആൻഡ് ഫ്രാൻസിൽ. അവരുടെ പെർമിഷൻ ഓഗസ്റ്റ് എൻഡിനകത്ത് വരുമെന്നാണ് പറയുന്നത്. ഇതൊരു 2 മാസം എടുത്ത് നവംബറിൽ തന്നെ ആ ഇൻ്റഗ്രേഷൻ പ്രോസസ് നടക്കും. ഈ വർഷം ബാലൻസ് ഷീറ്റ് അതിനെ ചേർത്ത് നോക്കൂല, അത് അടുത്ത വർഷം തന്നെ. ആ ഡിപ്രീസിയേഷന് 2 പേര് കമ്മിറ്റായിരിക്കുന്നു. പിറ്റീഷൻ കാരണം യൂറോപ്യൻ യൂണിയനിൽ ഡിലേ ആകുന്നതായിട്ട് പറയുന്നു. ഇന്ത്യയിൽ പുതു മോഡൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഇവാക്കോടൊപ്പം ചേർന്നാണ് അവർ ലോഞ്ച് ചെയ്യും. ഇതിൽ ഡിലേയും ഇരിക്കാം എന്ന് അവർ സംസാരിക്കുന്നു. ഒരാളായിട്ട് ഈ ടാറ്റ മോട്ടോറിൻ്റെ ഡീലിൽ ഒരു ഡിലേ ഇരിക്കുന്നു, നമുക്കറിയാൻ പറ്റുന്നു. എന്തായാലും പ്രോഫിറ്റ്സ് ഇമ്പ്രൂവ് ആയിരിക്കുന്നു. പെരിഫറിക് ലൂസായിട്ടിലേക്ക് ഹിന്ദുസ്ഥാൻ സിങ്കിലും അവർക്ക് പ്രയോറിറ്റി ഇരിക്കുന്നു. അപ്പോഴൊക്കെ പല കമോഡിറ്റീസ് നന്നായിരിക്കുന്ന കാരണം കുറച്ച് നന്നായിരിക്കുന്നു. ഒരു സ്ട്രക്ചറൽ ടേൺ അറൗണ്ട് പോലെയാണ് ഇരിക്കുന്നത്. അമേരിക്കയിലിരിക്കുന്ന ഇന്ത്യയിലിരിക്കുന്ന പാരൻറ്റ് കമ്പനിയിൽ ഡെപ്റ്റ് പ്രോബ്ലം സോൾവ് ആകുന്ന വരയ്ക്കും ഏതാണ്ടേക്ക് വലുതായിട്ട് ഗ്രോത്ത് ഒന്നും ഇരിക്കില്ല. അതേസമയം തന്നെ മഹേന്ദ്രയുടെ പ്രോഫിറ്റ് വളരെ കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റും ഗുഡ് പ്രോഫിറ്റും കയറിയിരിക്കുന്നു. മെയിനായിട്ട് എക്സ്യൂയുടെ മേലെ ഇരിക്കുന്ന ഡിമാൻഡും ട്രാക്ടറുടെ മേളിലിരിക്കുന്ന ഡിമാൻഡുമാണ് കാരണം. ഇനി നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം നോക്കുവാണെങ്കിൽ കോർ ബിസിനസ്സും നന്നായിട്ടുണ്ട്. നോൺ കോർ പ്രോബ്ലംസ് കണ്ടിന്യൂ ആകുന്നു. സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല. ഒത്തിരി IT സർവീസസിലിരുന്ന് വന്ന് ചിപ്സിൻ്റെ മാർക്കറ്റ് തിരികെ പോയിരിക്കുന്നു. അപ്പോൾ ജൂലൈയിൽ ഇരുന്ന് വാങ്ങാമോ എന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നമ്മളെ ജനങ്ങൾ അതിനെ ക്യാരി ഓവർ ചെയ്യുമോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ലെൻറ്റ് എന്ത് പറയുന്നു എന്നാൽ അവർക്ക് ഇലക്ട്രോണിക് കോമ്പണൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നു. $500 million അവർ റവന്യൂ ടാർഗറ്റ് ചെയ്യുന്നത്. ബേസിക്കലി അവർ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു. ഈ സമയം അമേരിക്കയുടെ സെക്കൻഡ് ക്വാർട്ടർ ഗ്രോത്ത് വന്നിട്ട് 1.5% ആണ് സ്ട്രെൻഡ് ആയിരിക്കുന്നത്. കാരണം AI ഒരു കൺസംഷനാണ്. കാരണം അവർ മാർക്കറ്റിനെ തൂക്കി പിടിച്ച് വച്ചിരിക്കുന്നതും. ഇപ്പോൾ ഇത് റിവേഴ്സ് ആകുമെന്നത് ആർക്കും അറിയാൻ പറ്റുന്നില്ല. നമ്മളെ പട്ടാസ് ലിസ്റ്റിൽ ചില സ്റ്റോക്സ് ഫേവറബിൾ ആയിട്ടിരിക്കുന്നു, ചില സ്റ്റോക്സ് ഹൈ ആയിരിക്കുന്നു. IT സ്റ്റോക്കിന് ഈ റാലിയുടെ ശേഷം കൂടെ നിങ്ങൾ കുറച്ചായിട്ട് കൺസിഡർ ചെയ്യാം. ഇന്നൊരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ സൺ ഫാർമ വന്ന് ബ്രേസിൽ മാർക്കറ്റിന് സെമി ഗ്ലൂട്ടൈഡിന് അപ്രൂവൽ കിട്ടിയിരിക്കുന്നു. അവിടെ ഒരു ഗ്രോത്ത് കണ്ടിരിക്കുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ കയറിയ അത്രയും ഇവിടെ നമുക്ക് കയറിയില്ല. ഇത് എങ്ങനെയാണ് കോറിലേറ്റ് ആക്കുന്നത് എന്നത് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് നോക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിന് എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.